Good morning. So we are starting with first module. First topic is General Introduction to Civil Engineering. General Introduction to Civil Engineering. Civil engineering is the fundamental branch of engineering. Engineering എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. In olden days there were only two types of engineering, civil engineering and military engineering. In olden days there were only two types of engineering, that is two types of engineering, that is military engineering and civil engineering. Military engineering and civil engineering. The word military engineer originated first as he undertook the engineering task with reference to military's role in the war, and the engineer undertaking works other than military engineering was referred to as civil engineering. അതായത് ഈ പേര് പോലെ തന്നെ മിലിറ്ററിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു എഞ്ചിനീയറിനെ മിലിറ്ററി എഞ്ചിനീയർ എന്നും ആ വർക്കിനെ എല്ലാം മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്നും വിളിക്കും. അതുപോലെ തന്നെ കോമൺ മിലിറ്ററിക്ക് അല്ലാതുള്ള ബാക്കി എല്ലാ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിനെയാണ് സിവിൽ എഞ്ചിനീയർ എന്ന് വിളിച്ചിരുന്നതും ആ വർക്ക്സിനെ എല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കുള്ള പോലെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇതെല്ലാം പണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സോ പണ്ട് രണ്ട് ടൈപ്പ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നുള്ളൂ, മിലിറ്ററി എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും. മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്ക് വേണ്ടിയുള്ളതും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സിവിലിയൻസിന് അല്ലാതെ കോമൺ പീപ്പിളിനുള്ളതുമാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ബൈ സിവിൽ എഞ്ചിനീയറിംഗ് വി മീൻ ദി എഞ്ചിനീയറിംഗ് നോ ഹൗ ആൻഡ് task undertaken for the purpose of civil population. സിവിൽ പോപ്പുലേഷന് വേണ്ടിയുള്ള ചെയ്യുന്ന ഓരോ വർക്കുമാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്. And civil engineering is committed to the control and improvement of our environment, planning, design and construction of systems and physical facilities, flood and pollution control systems for river, dams, water resources projects and waste disposal projects. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെ വരും? സോ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുവാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് കൺട്രോൾ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയറൺമെന്റ്, control and improvement of environment, then flood protection of dams and rivers, flood protection and pollution control. Flood protection അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പറയാം flood and pollution control. Flood and pollution control for dams or rivers. പിന്നെ എന്തുണ്ട് സിവിൽ എഞ്ചിനീയറിംഗില്? പ്ലാനിംഗ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിംഗ്, ഡിസൈൻ and construction of structures and facilities, And then you have waste disposal projects. സോ ഇതെല്ലാം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ അടിയിലാണ്. നമ്മുടെ എൻവയറൺമെന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നു. ദെൻ ഫ്ലഡ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, വേസ്റ്റ് ഡിസ്പോസൽ പ്രോജക്ട്സ് ആൻഡ് പ്ലാനിംഗ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സ് ക്യാൻ ബി എനി ബിൽഡിംഗ്സ് ഓർ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വീടാവാം, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സ് ആവാം, ഓഫീസസ് ആവാം, pilgrim centers ആവാം, ഷോപ്പിംഗ് കോംപ്ലക്സസ് ആവാം. ദെൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ്, അതും ബിൽഡിംഗ് ആണ്. പിന്നെ റോഡ്,
പിന്നെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, വാട്ടർ സപ്ലൈ ഫെസിലിറ്റി, അതെല്ലാം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. പിന്നെ വരുന്നു വേസ്റ്റ് ഡിസ്പോസൽ പ്രോജക്ട്സ്. സോ ഓൾ ദീസ് കം അണ്ടർ civil engineering. So civil engineering is committed to the control and improvement of our environment, into the planning, design and construction of systems and physical facilities, flood and pollution control systems for rivers, dams, water resources projects, waste disposal system and waste disposal projects. So it is difficult to determine the history and emergence and beginning of civil engineering. However, the history of civil engineering is a mirror of the history of human beings on this earth. Human beings ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിടത്തോളം അത്രയും പഴക്കമുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, പക്ഷേ എത്ര നാൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിരുന്നോ അത്രയും കാലമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഹാസ് ബീൻ ആൻ ആസ്പെക്ട് ഓഫ് ലൈഫ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. Historical evidences of construction of civil engineering structures like aqueducts, bridges, dams, reservoirs and roads by the Romans have also been traced. Romans എന്ന് പറയുന്ന ancient times ൽ ഉണ്ടായിരുന്നതാണ്. അവർ കൺസ്ട്രക്ട് ചെയ്ത civil engineering structures like aqueducts, bridges, dams, reservoirs, roads etc. have also been traced. അതായത് അത്രയും പണ്ട് റോമൻസ് കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചേഴ്സ് എല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിന് അത്രയും പഴക്കമുണ്ടെന്നാണ് അവർ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടിൽ റീസെന്റ് ഓർ until modern times there was no clear distinction between civil engineering and architecture, and the term engineer and architect were mainly geographical variations referring to the same person, often used interchangeably. അതായത് ഈ ഒരു അടുത്ത കാലം വരെയും ഈ സിവിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും തമ്മിലും ഒരു ഡിസ്റ്റിങ്ഷനോ ഡിഫറൻസിയേഷനോ ഇല്ലായിരുന്നു. ആൻഡ് എഞ്ചിനീയറും ആർക്കിടെക്ട് എന്ന് പറയുന്ന ആ രണ്ട് ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. And architect and civil engineer both have some definite works to do and cannot work alone with the help of one another. ആർക്കിടെക്റ്റിനും സിവിൽ എഞ്ചിനീയറിനും അവരുടേതായ വർക്ക് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല രണ്ടുപേർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. They have to work with the help of one another. Both civil engineering and architecture are involved in planning and designing structures. However, architecture focuses more on the spatial functionality and aesthetics of the development work and is more concerned with the artistry, look, feel and functionality of the design. അതായത് സിവിൽ എഞ്ചിനീയറും സിവിൽ എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്ചറിനും എന്താണുള്ളത്? പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സ്ട്രക്ചേഴ്സ്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ, അതിൽ മെയിൻ ആയിട്ട് വരുന്ന എന്താണ്? പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. സിവിൽ എഞ്ചിനീയറിംഗിലും ആർക്കിടെക്ചറിലും വരുന്നത് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണെങ്കിലും ഈ ആർക്കിടെക്ചർ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുന്നത് അതിന്റെ എസ്തെറ്റിക്സിനാണ്. എസ്തെറ്റിക്, ആർട്ടിസ്ട്രി, ലുക്ക്, ഫീൽ, ഫങ്ഷണാലിറ്റി. അതേസമയം സിവിൽ എഞ്ചിനീയറിംഗ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? സിവിൽ എഞ്ചിനീയറിംഗ് concentrates on the structural elements of design, making certain that the structure can endure normal and extreme conditions. അപ്പോൾ ഇത് കുറച്ചും കൂടെ എസ്തെറ്റിക്സ് ആയിരിക്കും. എസ്തെറ്റിക്സിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആർക്കിടെക്ചർ എങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്ട്രക്ചറൽ എലിമെന്റ്സിനായിരിക്കും. So that is the difference between civil engineering and structural elements. അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് എല്ലാ എക്സ്ട്രീം കണ്ടീഷൻസിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് സിവിൽ എഞ്ചിനീയറിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ഒരു സ്ട്രക്ചർ എല്ലാ കണ്ടീഷൻസിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു, ആ സ്ട്രക്ചർ സ്ട്രോങ് ആണ്, അത് ഇടിഞ്ഞു വീഴില്ല എന്നൊക്കെ നോക്കുന്നത് സിവിൽ എഞ്ചിനീയർ ആണ്. അതേസമയം ഒരു ആർക്കിടെക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറിന്റെ എസ്തെറ്റിക്സ്, അതിന്റെ ലുക്ക് എങ്ങനെയാണ്, അതിന്റെ ഫങ്ഷണാലിറ്റി ഓഫ് ദ ഡിസൈൻ എങ്ങനെയാണ്, അതിന്റെ ലുക്ക് എങ്ങനെയാണ്, ആർട്ടിസ്ട്രി എന്തൊക്കെയാണ്, അതിന്റെ സ്പേഷ്യൽ ഫങ്ഷണാലിറ്റികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർക്കിടെക്ട്സ് ശ്രദ്ധിക്കുന്നത്. അതേസമയം സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ആ സ്ട്രക്ചറൽ എലിമെന്റ്സിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ. So both are not the same, both are entirely different, but they are independent of
each other. The architect will initiate and create the design including the shape, color and spaces of development work. Then civil engineering professionals will analyze it to find ways to make the construction design possible. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം നോക്കി? അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തൊക്കെയായിരുന്നു? മിലിറ്ററി എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും ആയിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന രണ്ട് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ്. മിലിറ്ററി വർക്ക്സ് എല്ലാം മിലിറ്ററി എഞ്ചിനീയറിംഗിലും സിവിൽ പോപ്പുലേഷന് വേണ്ടിയുള്ള വർക്ക്സ് എല്ലാം സിവിൽ എഞ്ചിനീയറിംഗിലും. ഇനി സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? Those tasks undertaken for the purpose of civil population, and civil engineering is committed to control and improvement of environment, planning, design and construction of systems and physical facilities, pollution and flood control systems for river, dam, water resources projects, then waste disposal projects. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. പിന്നെ നമ്മൾ എന്ത് നോക്കി? ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ. Civil engineering deals with the structural elements, whereas architecture deals with the aesthetics. Now, next is subdisciplines of civil engineering. നമ്മൾ ജനറൽ ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പലതരം ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, വാട്ടർ സപ്ലൈ സിസ്റ്റം, വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, പൊല്യൂഷൻ, പിന്നെ സോയിൽ, ഇതെല്ലാം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. Now let us see various subdisciplines of civil engineering. Subdisciplines. Civil engineering is a professional engineering discipline that deals with the design, construction and maintenance of the physical and naturally built environment, including works like roads, bridges, canals, dams and buildings. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ. സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറലി ബിൽറ്റ് എൻവയൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റും നാച്ചുറലി ബിൽറ്റ് എൻവയോൺമെന്റിന്റെയും കൺസ്ട്രക്ഷനും ഡിസൈനും മെയിൻ്റെനൻസും എല്ലാം ഡീൽ ചെയ്യുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിംഗിലാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് വർക്ക്സ് ലൈക്ക് റോഡ്സ്, ബ്രിഡ്ജസ്, കനാൽസ്, ഡാംസ് ആൻഡ് ബിൽഡിംഗ്സ്. Civil engineering is a broad branch which includes various sub-disciplines. Civil engineering ഒരു വലിയ ബ്രാഞ്ച് ആണ്. അതിൽ ഒരുപാട് സബ് ഡിസിപ്ലിൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ is structural engineering. Structural engineering is concerned with the design, construction and analysis of all kinds of structures. Design, construction and analysis of structures. ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എന്താണ് വരുന്നത്? ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ആവാം? ബിൽഡിങ്സ് ആവാം, ബ്രിഡ്ജസ് ആവാം, ഫ്ലൈ ഓവേഴ്സ് ആവാം, ടണൽസ് ആവാം, റോഡ്സ്, റെയിൽവേസ്, ഡാംസ്, ഓഫ്ഷോർ സ്ട്രക്ചേഴ്സ്. അപ്പം ഏതൊരു സ്ട്രക്ചറിന്റെ ഡിസൈനും കൺസ്ട്രക്ഷനും അനാലിസിസും വരുന്നതാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ. അവരപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദിസ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ് ആൻഡ് earthquake loads. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? estimation of dead load, live load and earthquake load. ഈ dead load എന്ന് പറഞ്ഞാൽ load transferred to the structure throughout the lifespan, which is primarily due to the self weight of structural members. അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ബിൽഡിങ്ങിന്റെ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ, അതായത് ബിൽഡിങ്ങിന്റെ എൻറ്റയർ ലൈഫ് സ്പാനിൽ ആ ബിൽഡിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡാണ് ഈ ഡെഡ് ലോഡ്. ഈ ഡെഡ് ലോഡ് എന്ന് പറയുന്ന ലോഡ് എന്തുകൊണ്ടുള്ള ലോഡാണ്? ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഒരുപാട് സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സ് സ്ട്രക്ചറിലോട്ട് കൊടുക്കുന്ന ലോഡ്, സ്ട്രക്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡിനെയാണ് ഡെഡ് ലോഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബീംസ് കാണും, കോളംസ് കാണും,
അങ്ങനെ ഒരുപാട് എലിമെന്റ്സ് കാണും. അപ്പൊ ഈ സ്ട്രക്ചറൽ എലിമെന്റ്സ് എല്ലാം ഒരു സ്ട്രക്ചറിലോട്ട് കൊടുക്കുന്ന ലോഡാണ് ഈ ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിന്റെ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഉണ്ടാകുന്ന ഒരു ലോഡാണ്. Whereas live loads എന്ന് പറഞ്ഞാൽ loads produced by the intended use or occupancy of building, including weights of movable partitions or furniture. അതായത് ഒരു സ്ട്രക്ചർ ആരാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് അവർ എക്സേർട്ട് ചെയ്യുന്ന ലോഡാണ് ലൈവ് ലോഡ്. ഒരു സ്ട്രക്ചറിന്റെ ഓക്യുപ്പൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഡാണ് ലൈവ് ലോഡ്. ഇപ്പൊ നമ്മളൊരു വീട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഓക്യുപ്പൻസ് എന്ന് പറയുമ്പോൾ ഫേർണിച്ചർ ഉണ്ടാവാം, ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഡാണ് ലൈവ് ലോഡ്. ആൻഡ് earthquake എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലോഡ്സ് കോസ്ഡ് ബൈ earthquake. earthquake കാരണം ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ലോഡാണ് earthquake load. Then the structures are designed and analyzed, calculating the stresses due to loads. ഈ വേരിയസ് ലോഡ്സ് കണ്ടുപിടിച്ചിട്ട് ഓരോ ലോഡ് കാരണമുള്ള സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യും. Thus design, construction, estimation and maintenance of structures comes under this discipline. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? ഡിസൈൻ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, എസ്റ്റിമേഷനും ഉണ്ട്, പിന്നെ മെയിൻ്റെനൻസും ഉണ്ട്. മെയിൻ്റെനൻസ് ഉണ്ട്, മെയിൻ്റെനൻസ് അതിൻ്റെ കൂടെ തന്നെ എസ്റ്റിമേഷനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്ന ഏതിലാണ്? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വരും. സോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് is concerned with the design, construction and analysis of all kinds of structures like buildings, bridges, flyovers, tunnels, roads, railways, dams and offshore structures. And this involves estimating the dead loads, live loads and earthquake load. Then stresses due to these loads are, the structures are designed and analyzed, calculating the stresses due to these loads. So the design, construction, estimation and maintenance of structures come under this subdiscipline called as structural engineering. Now second one is construction engineering. Second subdiscipline is construction engineering. Construction engineering is related to environmental and structural engineering. Construction engineering എന്ന് പറയുന്നത് environmental engineering structural engineering ആയിട്ടും related ആണ്. A suitable environment is built by construction of buildings and other structures. Codes of building bylaws ensure good and sound construction. Construction engineering consists of different techniques of construction for different materials under different site conditions. അപ്പോൾ construction engineering എന്ന് പറഞ്ഞാൽ എന്താണ്? Construction engineering consists of different techniques of construction. Different techniques of construction. Different techniques of construction for different materials, under different site conditions. So construction engineering എന്ന് പറയുന്നത് it is related to structural and environmental engineering. Construction engineering is related to structural engineering as well as environmental engineering. Then construction machineries, management of labor, materials, method of construction adopted, relating to site, fund available, all are under the purview of this discipline. അപ്പോൾ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ മെഷീനറി, ഇത് മൂന്നും കൂടെ ഇത് ഒറ്റ പോയിന്റ് ഞാൻ സ്പ്ലിറ്റ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ മെഷീനറി,
management of labor, then materials, methods, fund available, all come under this discipline. അതായത് കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റഡ് ഉള്ള കൺസ്ട്രക്ഷന് വേണ്ട മെഷീൻസ് ഏതൊക്കെയാണ്, പിന്നെ കൺസ്ട്രക്ഷന് എന്താണ്, ലേബർ വേണം, പണിക്കാർ വേണം. അപ്പൊ മാനേജ്മെന്റ് ഓഫ് ലേബർ, എങ്ങനെ നമ്മൾ ലേബർ മാനേജ് ചെയ്യുന്നു. ദെൻ വേരിയസ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ, അതായത് കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വേണം, അത് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ. പിന്നെ പല മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. സോ മെത്തേഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ. ദെൻ ഫണ്ട് അവൈലബിൾ, അതായത് എത്രത്തോളം മണി അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഏത് എഞ്ചിനീയറിംഗ് ആണ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്. സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു environment and structural engineering. A suitable environment is built by construction of buildings and other structures. Buildings വേറെ structures ഒക്കെ construct ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു suitable environment build ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. Then there are so many codes of building bylaws which ensure good and sound construction. ഒരുപാട് കോഡ്സ് ഉണ്ട്, അതായത് ഈ കോഡ്സിലൊക്കെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ കൺസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ. അങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് എൻഷ്യൂർസ് ഗുഡ് ആൻഡ് സൗണ്ട് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷനും പ്രോപ്പർ ആയിരിക്കണം, കൺസ്ട്രക്ഷൻ കൊണ്ട് വേറൊരു ദോഷവും ഉണ്ടാവരുത്. അതിനെല്ലാം നമ്മൾ ഒരുപാട് കോഡ്സ് ആൻഡ് ലോസ് ഫോളോ ചെയ്യേണ്ടി ഇരിക്കുന്നു. ദെൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ഡിഫറെന്റ് or consists of different techniques of construction for different materials under different site conditions. Construction machinery, management of labor, materials, methods, fund available, all are under the purview of this discipline. Next is building materials technology or building materials. Building materials technology deal with the proper use of desired material for construction economically and safely. എന്താണ് building materials technology deals with proper use of desired material for construction economically and safely. നമ്മൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇക്കണോമിക്കലും സേഫ് ആയിട്ടും അതിനെ യൂസ് ചെയ്യണം. അതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ടെക്നോളജിയിൽ വരുന്നത്. പ്രോപ്പർ യൂസ് ഓഫ് desired material for construction economically and safely. For construction economically and safely. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർ യൂസ്, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷന് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ കൺസ്ട്രക്ഷൻ ഇക്കണോമിക്കലും ആയിരിക്കണം, സേഫും ആയിരിക്കണം. സ്റ്റോൺസ്, ബ്രിക്സ്, ടിമ്പർ, ലൈം, സിമെന്റ്, സാൻഡ്, ജെല്ലീസ് ആൻഡ് ടൈൽസ് ആർ ദ ട്രഡീഷണൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സ്റ്റോൺസ്, ബ്രിക്സ്, ടിമ്പർ, ലൈം, സിമെന്റ്, സാൻഡ്, ജെല്ലീസ്, ടൈൽസ്. സോ ട്രഡീഷണൽ ആയിട്ട് വരുന്ന സ്റ്റോൺസ്, ടിമ്പർ, സാൻഡ്, സിമെന്റ് എക്സെട്ര. സോ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതൊക്കെയാണ്. ദെൻ യൂസ് ഓഫ് സ്റ്റീൽ, അലൂമിനിയം, ഗ്ലാസ്, ഗ്ലേസ് ടൈൽസ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പെയിന്റ്സ് ആൻഡ് വാർണിഷസ് ഹാവ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് ബിൽഡിംഗ്. ഇതിന് പുറമെ ബാക്കി നമ്മൾ വേറെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? അലൂമിനിയം,
യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് യൂസ് ചെയ്യും, ഗ്ലേസ്ഡ് ടൈൽസ് യൂസ് ചെയ്യും, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പെയിന്റ്സ്, വാർണിഷസ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിൽഡിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവും. So the appropriate mixture of binding materials like lime and cement with sand is known as mortar. Mortar എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ മോഡ്യൂളിൽ പഠിക്കും. Mortar is appropriate mixture of binding materials like lime and cement with sand. Lime plus cement plus binding material ആയ ലൈമും സിമെന്റിനെയും കൂടെ സാൻഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോർട്ടാർ. The mixture of cement, sand and jelly or crushed stones with water is known as concrete. Concrete എന്ന് പറഞ്ഞാൽ it is a mixture of cement plus sand plus crushed stone in water. So ഇതൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, മോർട്ടാറും കോൺക്രീറ്റും. And the use of concrete with steel bars in appropriate position has helped in building strong and durable tall structures. And the composite material made of cement and steel is called reinforced cement concrete. RCC എന്ന് പറഞ്ഞാൽ reinforced cement concrete. അതിനകത്ത് കോൺക്രീറ്റിന്റെ കൂടെ സ്റ്റീലും കൂടെ കാണും. ഇതൊക്കെ നിങ്ങൾ മെറ്റീരിയൽസിൽ പഠിക്കും. ഇതിനകത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ എല്ലാ ടൈപ്പ് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർ യൂസും അതിന്റെ ഇക്കണോമിക്കൽ ആൻഡ് സേഫ് യൂസും ഇതെല്ലാം വരുന്നതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ടെക്നോളജിയിൽ. ഓക്കെ, ഇതെല്ലാം വരുന്നതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ടെക്നോളജി. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് റോഡ്സ്, റെയിൽവേസ്, ഹാർബർ, റോഡ്സ് വരും, റെയിൽവേസ് വരും, ഹാർബർ വരും, then എയർപോർട്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഏരിയാസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ, പ്ലാനിംഗ്, ട്രാഫിക് എഞ്ചിനീയറിംഗ്. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഡിസൈൻ ഉണ്ട്, ദെൻ ട്രാഫിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങും വരും. സോ ഇതെല്ലാമാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. പേര് പോലെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം അതിൽ വരും. കൺസേൺ വിത്ത് മൂവിംഗ് പീപ്പിൾ, വെഹിക്കിൾസ് ആൻഡ് ഗുഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് safely with the help of and goods efficiently and safely with the help of different ways of transportation. So transportation engineering is concerned with moving people, vehicles and goods efficiently and safely with the help of different ways of transportation. അതിനു വേണ്ടിയുള്ള specification involve specifying, designing, construction and maintaining transportation infrastructure. Transportation infrastructure നെ സ്പെസിഫൈ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഓക്കെ.